കുഞ്ഞിച്ചോ മിനസ നാനോ മിഷന്റെ എപ്പിസോഡ് 34ന്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നലത്തെ വീഡിയോയുടെ ഓഡിയോ ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് മിനിഞ്ഞ വീഡിയോസിൻ്റെ അകത്ത് നിന്ന് എനിക്ക് ഷൗട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കഴിഞ്ഞത്. സോ അതെന്തായാലും ഇപ്പം ചെയ്യാൻ പോകുവാണ്. ആദ്യം തന്നെ ദി കിങ് ഓഫ് ഹെൽ, നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിംഗ്, NJR ജൂനിയർ 02, പിന്നെ നമ്മുടെ റാബിറ്റ് ബ്രോ, ഇത്രയും പേര് 40 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ശ്രീദേവ് ബ്രോ രണ്ടാമത്തെ തവണയാണ് 100 റുപ്പീസ് സൂപ്പർ താങ്ക്സ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഗൈസ്, നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരിയധികം നന്ദി ഞാനിപ്പോൾ ദൈവയുടെ പറയുവാണ്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നാനോ മിഷൻ്റെ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തിയേക്കണം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് ആ ഒരു ഹൈ ബട്ടൺ ഉണ്ടല്ലോ, ആ ഹൈ ബട്ടണും കൂടെ ഒന്ന് അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. ഇയോൺ ചിയോൺ 6ാമത്തെ എക്സാമിനേഷൻ പാസ്സായിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയം 3 വർഷവും 7 മാസവും കടന്നിരിക്കുന്നു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട്. 56 പേര് 4th എക്സാമിനേഷൻ പാസ്സായിട്ടുണ്ട്, 7 പേര് 5th എക്സാമിനേഷൻ പാസ്സായി, ആൻഡ് ഒരേ ഒരാൾ മാത്രമാണ് 6th എക്സാമിനേഷൻ പാസ്സായിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ 1000 പേരിൽ തുടങ്ങിയതിൽ ഇന്ന് 64 പേര് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ആൻഡ് ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് സെഞ്ചുറിയിലെ ഏറ്റവും ബെസ്റ്റ് റെക്കോർഡ് കൂടിയാണ്. എന്നാൽ പാസ്റ്റ് വെച്ച് നോക്കാൻ നേരത്ത് മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ ആ ഒരു കോമ്പറ്റീഷൻ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് നടന്നിരുന്നത്. 5ാമത്തെ എക്സാമിനേഷൻ പാസ്സായ മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ കാൻഡിഡേറ്റ്സിനെ അവരുടേതായ ഫോളോവേഴ്സിനൊക്കെ കൂട്ടിയിട്ട് പരസ്പരം മത്സരിക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ലീഡിംഗ് ആയുള്ള മൈനർ പ്രീസ്റ്റ്ഹുഡിന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു യൂച്ചൻ. അവൻ സേബർ സെറ്റിൽ നിന്നുള്ളായിരുന്നു, അവനെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. അതേപോലെ മറ്റൊരു ടോപ്പ് ആളുടെ കോണ്ടസ്റ്റന്റ് ആയിരുന്നു നമ്മുടെ ജിയോങ് ഉൻ ചിയോൺ. പുള്ളിക്കാരൻ സോർട്ട് സെറ്റിൽ നിന്നുള്ളായിരുന്നു. എന്നാൽ ഇയോൺ അവന്റെ കൈമുറിച്ച് അവനെയും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. ചുരുക്കം പറഞ്ഞ 6 മേജർ ആയിട്ടുള്ള സെറ്റിൽ നിന്ന് 5 പേരും ഇപ്പം തന്നെ എലിമിനേറ്റ് ആയിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് മുയോൺ ചിയോണും നമ്മുടെ ഇയോൺ ചിയോണും തമ്മിലുള്ള ആ ഒരു മത്സരം മാത്രമാണ്. ആൻഡ് ഇനി അക്കാഡമിക് ഇയർ അവസാനിക്കാനായിട്ട് 5 മാസമുള്ളപ്പോൾ അവർ തമ്മിലുള്ള മത്സരവും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് അക്കാഡമിയുടെ നോർത്ത് ആൻഡ് ഫീൽഡാണ്. അവിടെ കുറെ പേര് നിൽപ്പുണ്ടായിരുന്നു. അല്ല, യങ് മാസ്റ്റർ മുയോൺ ചിയോൺ ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹം ഓർഡർ തരാത്ത ഈ ഒരു സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് അത്ര നല്ലതാണോ, ഇയോനെ ഡിഫീറ്റ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റി? പിന്നെ കാണിക്കുന്നത് ഷാഡോ സെല്ലിലെ ജിൻ യുൻ മൂ ആണ്. കുഴപ്പമില്ല, അദ്ദേഹം ഓൾറെഡി ഓർഡേഴ്സ് തന്നിരുന്നു. ഞാനാണ് ഇപ്പോൾ എക്സ്റ്റേണൽ മാറ്റേഴ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇയോൺ ചിയോനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ലൂസുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ സമയത്ത് തന്നെ ഷിൻ പറയുകയും ചെയ്യും. അല്ല, നീ പറയുന്നതിലൊരു പോയിന്റ് ഉണ്ട്, പക്ഷേ നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ആ പോയിസൺ ചെക്കിന്റെ ചീഫിനാണ് ഡിഫീറ്റ് ചെയ്തിട്ടുള്ളത്. അവനെ നമ്മൾ ഈ ഒരു സമയത്ത് അവനോട്ട് ഫൈറ്റ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പോഴും ആരുടെ ഭാഗത്ത് ചേരാത്ത ആ 10 പേരെ നമ്മുടെ കൂട്ടത്തിലാക്കുന്നതല്ലേ? അതെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശത്രുക്കളെ നമ്മൾ വകവരുത്തുന്നത്. നമുക്ക് എന്തായാലും അറ്റ്ലീസ്റ്റ് വാരിയർ ഡാൻസ് സെറ്റിൽ നിന്നുള്ള ചാക് സമയനെ, ഫ്ലൈയിങ് ഫാൻറ്റം സെറ്റിൽ നിന്നുള്ള ആ ഒരു യാഹാവിനെ എങ്ങനെ പോലും റിക്രൂട്ട് ചെയ്തിരിക്കണം. അത് നമുക്ക് നല്ലൊരു സപ്പോർട്ടും അതേപോലെ തന്നെ അഡ്വാൻറ്റേജും കിട്ടും. ജാക് സമയുടെ ഫാദർ എന്ന് പറയുന്നത് 9th എൽഡറാണ്, ഉയിസമ. അദ്ദേഹം 11th എൽഡർ കൂടിയാണ്. പിന്നുള്ളത് ഫാൻറ്റം ഓഫ് 1000 ഫേസ്, അവിടെ നിന്നുള്ള ഉയി വാനാണ്. അല്ല, ഈ ജാക് സമയം ഉറപ്പാണ്, പക്ഷെ ആ യോവാനെ അവനെ നമ്മൾ ഇപ്പം നമുക്ക് എങ്ങനെ പോലും റിക്രൂട്ട് ചേർക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതൊരു ഗോൾഡനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഇയോൺ ചിയോണോട്ടെ ഇപ്പം എന്താ പേഴ്സണൽ ട്രെയിനിങ് റൂമിൽ ലോക്ക്ഡൗൺ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ സമയത്ത് വെച്ച് അവൻ്റെ റിസോഴ്സും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്ത് കളയണം. അല്ല, നീ എന്താണ് ഈ പറയുന്നത്? നിനക്ക് ഓർമ്മയില്ല ബാക്കി 2 കാൻഡിഡേറ്റ്സിന് എന്താണ് സംഭവിച്ചത്? ഒരാളുടെ കൈയും പിന്നെ മറ്റൊരാളുടെ ആ ജോങ്സിയും ചിയോന്റെ അവന്റെ ലോവർ അബ്ഡോമിൻ തന്നെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി പോയതാണ് ആ ബേഗ്ജി ആയിട്ട് അവൻ കൊമ്പ് കൊടുത്തിട്ട്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് മുട്ടുന്നില്ല, അല്ലെങ്കിലും ആ മോൺസ്റ്റേഴ്സ് ഉള്ള ടീമായിട്ട് നേരിട്ട് മുട്ടേണ്ട കാര്യം നമുക്കില്ല. സോ നമ്മളിവിടെ ക്ലാസിക്കല്ല ടാക്ടിക്സ് ആക്കിയും യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല, ടാക്ടിക്സോ? നീ? അതെ, ഇപ്പോൾ ഈ ഒരു അക്കാഡമിയിൽ 4 പേർക്ക് അവനോട് തീരാത്ത ദേഷ്യമുണ്ട്. അല്ല, നീ പറഞ്ഞു വരുന്നത്? പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം 4 മണിയാണ്. അഡമാൻഡിയം ആ ഒരു ട്രെയിനിങ് സ്റ്റോൺ റൂമാണ്. അതിൻ്റെ അകത്തോട്ടെ ഇയോണ്ടെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവനൊരു സെക്കൻഡ് പോലും കളയാൻ ആഗ്രഹിക്കുന്നില്ല. യെസ്, ഞാനോ അവസാനം നമ്മളത് ചെയ്തിരിക്കുന്നു. നമ്മൾ എന്തായാലും ബെർസർക്ക് സേബർ ഗോണിന്റെ ആ ഒരു ഫസ്റ്റ് കോഡിഫൈങ് ഉള്ള ഫൈറ്റിംഗ് ഫോം ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഞാനെന്റെ സഹായം ഉള്ളത് കൊണ്ട് തന്നെ ഇയോനെ ദി ബെർസർക്ക് സേബർ ഗോണിന്റെ 6 ഫോംസ് കംപ്ലീറ്റ്ലി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. എന്നാൽ കംപ്ലീറ്റ്ലി പ്രോപ്പർലി യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ഉള്ള QA കൾട്ടിവേഷൻ ടെക്നിക്ക് വേണമായിരുന്നു. പക്ഷേ അവനോടെ കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. കഴിഞ്ഞ 3 വർഷം 3 മാസം കൊണ്ട് ആ ഒരു ഐസൊലേഷൻ ട്രെയിനിങ് ടൈമിൽ ഞാൻ
കംപ്ലീറ്റുള്ള കൗണ്ട്ലെസ് അല്ല മാർഷൽ ആർട്ടിസും മാസ്റ്റർ ഫോംസ് ഒക്കെ റിസർച്ച് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഞാനൊക്കെ കൗണ്ട്ലെസ് അല്ല QA സ്റ്റിമുലേഷൻ ടെക്നിക്സും കിട്ടിയതാണ്. സോ എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഞാനുണ്ട് അനലിസും കൊണ്ട് തന്നെ ഒരു വേർഷൻ, അതായത് പുതിയൊരു വേർഷൻ അവിടെ ആ ഒരു ഫോർമുലയിൽ ചെയ്യുവാണ്. അതായത് ഒറിജിനലിൻ്റെ അത്ര ഇല്ലെങ്കിൽ കൂടിയും അതേപോലെ തന്നെ സ്റ്റേബിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോഡിഫൈങ് ആയുള്ള ഫൈറ്റിംഗ് ഫോം അഥവാ ഒരു QA സർക്കുലേഷൻ ടെക്നിക്. ഇപ്പോഴങ്ങനെ ആ സോഡിയം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവന് ശരിക്കും ഞെട്ടിയെന്ന ആ ഒരു സേബർ മാർക്സ് കൊണ്ട് മാത്രം ഞാനത് കംപ്ലീറ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഞാനോ ഇനി സെക്കൻഡ് കോഡിഫൈങ് ഫൈറ്റിംഗ് ഫോമിനുള്ള QA കൾട്ടിവേഷൻ അനാലിസിസ് ചെയ്തോളൂ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് അക്കാഡമിയുടെ ആ ഒരു കഫറ്റേരിയയാണ്. നല്ല മണമുണ്ട്. എനിക്ക് തോന്നുന്നു എരിവുള്ള എന്തോ ഉണ്ടെന്നാണ്. ശരിയാണ്, ഞാൻ കുറച്ച് നാളായിരുന്നു എരിവുള്ള കഴിച്ചിട്ട്. അങ്ങനെ ആ ഷെഫാട്ടെ അത് കോരഞ്ഞെടുത്ത് അവന്റെ കൈയാട്ടെ നന്നായിട്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഇയോണും ഇത് ശ്രദ്ധിച്ചു. ഇതേ സമയത്ത് ദൂരെ ഒരാൾ ഇവനെ നോക്കുന്നുണ്ട്. അല്ല, താങ്കൾ ഓക്കെ അല്ലേ? താങ്കൾ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല, ഇത് ചെറിയൊരു കൈ വേദന ഉണ്ട്, അതുകൊണ്ടാണ്. ഓ അങ്ങനെയാണോ? എന്നിട്ട് അവൻ തിരിഞ്ഞ് നടക്കുകയും ചെയ്യും. ഈ സമയത്ത് ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലാകട്ടെ അവനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അവനാട്ടെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയും ചെയ്യും. അവന് മനസ്സിലായി എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. അല്ല, അവനങ്ങനെ കാര്യം മനസ്സിലായി കാണുമോ? പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അത് കഴിക്കുകയും ചെയ്യും. അല്ല, പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. അടുത്ത സെക്കൻഡ് തന്നെ അത് കംപ്ലീറ്റ്ലി അവൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കഴിക്കടന്നാറി. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരമാണ്. ആ ഒരു അഡമാനിയം ട്രെയിനിങ് റൂമിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ. അല്ലടാ, നമ്മുടെ ലോഡ് ഇന്നും ഡിന്നർ സ്കിപ്പ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇന്നലെ അദ്ദേഹം ഒരു നേരം മാത്രമല്ല കഴിച്ചത്. അല്ല, ഇന്നലെ ഞാൻ കഫറ്റേരിയ വെച്ച് കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം കഴിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ്. ഈ സമയത്ത് തന്നെ ഗീവ് പറയുകയും ചെയ്യുക. അല്ലെങ്കിലും ആ ഷാമുയും ബേക്കും മര്യാദക്കൊന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ലോഡിന്റെ കൂടെ ഇരുന്ന് കഴിക്കാമായിരുന്നല്ലോ. കണ്ടിട്ട് ഗ്യൂവിന് നന്നായിട്ട് തന്നെ ഞങ്ങളുടെ ലോഡിനെ ഇഷ്ടപ്പെടുന്നതാണെന്ന് തോന്നുന്നു. ഹിയോബോങ്ങിനെ പോലെ. അല്ല, ചില സമയത്ത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഇത്രയും ഫിറോഷ്യസ് അല്ല ഒരു വാരിയറായിട്ട് പോലും അവൻ ഇടക്കിടക്ക് ഒരു സ്ത്രീത്വം കാണിക്കുന്നില്ലേ? അല്ല, ഇനി ഗ്യൂ അല്ലല്ല, ഞാൻ എന്താണ് ആലോചിച്ചുകൂട്ടുന്നത്? ഗ്യൂവിനെ പെണ്ണാക്കിയോ? എടാ പൊട്ടാ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെ പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ നടക്കുന്നതാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, ബാക്കിയുള്ളവർക്ക് സമയത്തിന് നല്ല വിലയുണ്ട് കേട്ടാ. മര്യാദക്ക് നേരത്തെ വന്നത് എന്താണ്? നിനക്കൊക്കെ കുറച്ചുകൂടെ നേരത്തെ വന്നൂടെ? പെട്ടെന്നായിരുന്നു കൈ നിരവെച്ചത്. അവന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ കുറച്ചു പേര് അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇയോനെയാണ്. അവന്റെ എതിരെ 4 പേർ നിപ്പുണ്ടായിരുന്നു. അല്ലല്ലേ, ഇത് ശരിക്കും ഫെമിലിയർ ഉള്ള ഫേസസ് ആണല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചത് ആ ഷാഡോ സെഗ്നെയാണ്. പക്ഷെ നിങ്ങൾ അവിടെ ഉണ്ടെന്ന് പ്യോ ഗിയോങ്ങും പിന്നെ യൂചിക് ഹ്വാങ്ങും അതേപോലെ യാങ് ജെ ബുവും പിന്നുള്ളത് ചിയോങ്ലു ബേക്കുമായിരുന്നു. അതായത് പോയിസൺ സെക്റ്റിൽ നിന്നും സേബർ സെക്റ്റിൽ നിന്നും സോട്ട് സെക്റ്റിൽ നിന്നും മ്യൂസിഷ്യൻ സെക്റ്റിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. ഇയോ നായെ, നീ എൻ്റെ ചേട്ടൻ്റെ ലോവർ അബ്ഡോമിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തത് മാത്രമല്ല, നിന്റെ അപ്പനെ കൊന്നിരിക്കുന്നു. അതെ, നിന്നെ പോലത്തെ ഒരു നാറി ഒരിക്കലും ഒരു മൈൻഡ് പ്രീസ്റ്റോടാകാൻ പാടില്ല. നീ നിന്റെ സ്ഥാനം മനസ്സിലാക്കേണ്ടതാണ്. ഈ സമയത്ത് ബാക്കിയുള്ള ഒരാളും ആ ഒരു സോഡ് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ അറ്റാക്ക് നടത്ത് ഒരു ചാൻസ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അതെന്തായാലും കൊള്ളാലോ. നീ ഇപ്പോൾ വെറും ഒരു കീടം മാത്രമാണ്. ഞാൻ ഓൾറെഡി പോയിസൺ യൂസ് ചെയ്ത് നിന്നെ പോയിസൺ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ എൻ്റെ പോയിസൺ എസൻസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. QA സ്പിൽറ്റിംഗ് പോയിസൺ. നിനക്ക് പോലും അറിഞ്ഞൂടാ അതെങ്ങനെയാണ് വർക്ക് ചെയ്തിട്ട് പോകുന്നതെന്ന്. ഞാൻ തന്നെ നിന്നെ പോയിസൺ ചെയ്താൽ നിനക്ക് ഡൗട്ടാകും. അതുകൊണ്ട് ഒരാളും പ്രതീക്ഷിക്കാത്ത കുക്ക് വഴിയാണ് ഞാൻ നിന്നെ പോയിസൺ ചെയ്തിട്ടുള്ളത്. നീ കഴിച്ച ഫുഡ് മാത്രമല്ല, ആ പാത്രം വരെ പോയിസൺ ചെയ്യപ്പെട്ടതാണ്. നിന്റെ ഈ ഡിഫെൻസീവ് എനർജി കൊണ്ട് പുറത്തുനിന്നുള്ള പോയിസൺ ചിലപ്പോൾ നിനക്ക് തടയാൻ സാധിക്കുമായിരിക്കും. പക്ഷേ ഒരു പോയിസൺ നിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ QA സ്പ്ലിറ്റിംഗ് പോയിസൺ കൊണ്ട് നിനക്ക് അടുത്ത 6 മണിക്കൂറത്തേക്ക് നിനക്ക് നിന്റെ ഇന്റേണൽ എനർജി യൂസ് ചെയ്യാനും പറ്റത്തില്ലടാ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഡിസ്ട്രക്റ്റീവുള്ള ഡിമോണിക് പോയിസണും മെൽറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നീ എന്തായാലും ഒരു ശരിക്കും വേദനയുള്ള മരണമാണ് കാത്തിരിക്കുന്നത്. നീ ശരിക്കും കോൺഫിഡൻ്റ് ആണ് ഞാൻ. പക്ഷേ നിന്റെ ഫോളോവേഴ്സ് എല്ലാവരും ഇപ്പോൾ ഇൻഫോർമലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അല്ല, ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ നീ എന്താണ് ഈ പറഞ്ഞത്? ഇവരാ ഷോഡോ സെറ്റുമായിട്ട് കൂടി ചേർന്നുകൊണ്ടാണോ ഇത് ചെയ്യുന്നത്? അതിനർത്ഥം മുഴുവൻ ശിവൻ അവരുടെ കൂടെ ഉണ്ടെന്നായിരിക്കണോ? ഇതൊട്ടും നല്ലതല്ല. അടുത്ത സെക്കൻഡ് തന്നെ ഇയോനട്ടെ അവൻ്റെ സൂട് പുറത്തേക്ക് എടുത്തു. ഞാൻ മര്യാദക്ക് പറയുകയാണ്, മുന്നിൽ നിന്നും മാറാൻ നോക്ക്. എനിക്ക് നിങ്ങളോട് നിൽക്കാൻ സമയമില്ല. അഹങ്കരിക്കുന്നവരാ നായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ മ്യൂസീഷ്യൻസ് ലെവലാട്ടെ അവനെ അറ്റാക്ക് ചെയ്തിട്ട് വരികയും ചെയ്യും. നീ എൻ്റെ സിസ്റ്ററിൻ്റെ കൈ മുറിച്ചെടുത്തല്ലേ? ആ കൈ ഞാനിന്ന് മുറിച്ചെടുക്കുമെന്ന് പറഞ്ഞാണ് അവൾ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തത്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു സോഡ് തെട്ടി മുകളിലേക്ക് തെറിച്ചു പോയി. അവൾ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. കാര്യം അവളുടെ സോഡ് കംപ്ലീറ്റ്ലി മുറിഞ്ഞു പോയി. അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ വലത്തെ കൈ ഇവനട്ടെ മുറിച്ചിങ്ങോട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഒരു തവണ മര്യാദക്ക് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഒരു ആഗ്രഹവും ഇല്ലെന്ന്. പിന്നെ കാണിക്കുന്നത് വേദന കൊണ്ട് അവൾ അവിടെ കിടന്ന് കരയുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഇയോന്റെ സോളിലാട്ടെ അഡ്വാൻസ്ഡ് ഉള്ള QA കാണാൻ സാധിച്ചു.
ഇത് ഇതെങ്ങനെ പോസിബിളായി? ഞാൻ കണ്ടതാണല്ല നീ ആ സൂപ്പ് മുഴുവൻ കുടിക്കുന്നത്. അപ്പോൾ നീ സംസാരിക്കുന്നത് ഇതിനെ പറ്റിയാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൈ മുറുക്കി ചെറുതായിട്ടൊരു മുറിവുണ്ടാക്കാൻ നേരത്ത് അതിനന്ന് ആ പോയിസൺ താഴത്തേക്ക് ഇറ്റി വീഴുന്നുണ്ട്. അത് വന്ന് വീണത് അവളുടെ കാലിലായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ അവൾ വേദന കൊണ്ട് അലറാനും തുടങ്ങി. നീ എന്താണ് വിചാരിച്ചത്? നീയൊക്കെ കളിക്കുന്ന ഈ ഒരു കളിയിൽ ഞാനങ്ങ് വീണു പോകുന്ന. ഞാനോ ഈ സൂപ്പ് ഒന്ന് അനലൈസിങ് അത് കഴിയുമ്പോഴാണ് അവൻ കഴിക്കുന്നത്. മാസ്റ്റർ, ഒരു ഹാംഫുൾ ഉള്ള പോയിസൺ ഇതിനകത്തുണ്ട്. അത് മാത്രമല്ല താങ്കളുടെ ബോഡിയിലുള്ള എനർജിനെ ഡിസ്റ്റർബ് ചെയ്യാനും അതിന് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ്. ഞാനോ തൽക്കാലത്തേക്ക് നിനക്ക് ഇതിന്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുമോ? ഞാൻ പറയുന്നവരെ തീർച്ചയായും. എങ്കിൽ തൽക്കാലം അങ്ങനെ ചെയ്തോളുന്നുണ്ട് അവനത് മുഴുവൻ കുടിക്കുകയും ചെയ്യും. ഞാൻ കണ്ടതാണ് അവൻ ആ ക്യൂ സ്പ്ലിറ്റിംഗ് പോയിസൺ കംപ്ലീറ്റ്ലി കുടിക്കുന്നത്. പക്ഷേ ഇപ്പം അവൻ്റെ ശരീരത്തിൽ ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്ത് അത് എക്സ്പെൽ ചെയ്തിരിക്കുന്നു. ഇതൊരിക്കലും പോസിബിൾ ആയുള്ള കാര്യമല്ല. അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ മുന്നിൽ നിന്ന് അവൻ മാഞ്ഞുപോയി. പുറകിലേക്ക് നോക്കുന്ന പറയുന്നതിന് മുമ്പ് അവൻ നേരെ പുറകിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്നതിൻ്റെ മുതുക് നോക്കി കണ്ടിന്യൂസ് ആയിട്ട് പല അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവനാട്ടെ ചോര ഛർദ്ദിച്ചുകൊണ്ട് തിരിച്ച് പോവുകയും ചെയ്യും. ചിലുങ്ക്യു, നീ പറയുന്ന ഒരിക്കലും കേൾക്കാൻ പാടില്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു ഇത് തന്നെ സംഭവിക്കുന്നു. ലാസ്റ്റ് അവൻ ചെയ്ത അറ്റാക്ക് കൊണ്ട് എൻ്റെ ചെസ്റ്റ് ഇതുവരെ ഹീൽ ചെയ്തിട്ടില്ല. എന്നിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഇനിയും ഇൻഫോമിലേക്ക് പോകേണ്ടി വരുമെന്നാണ്. പക്ഷേ ആ സമയത്ത് അവരുടെ നേരെ തിരിയാതെ ഇയാട്ടെ മുന്നിലേക്ക് പതുക്കെ നടന്ന് താഴെ വീണ് കിടക്കുന്ന അവൻ്റെ തലയുടെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ കാലങ്ങോട്ട് ഉയർത്തി ഒരു ചവിട്ട് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അവർ പറയുകയും ചെയ്യും വേണ്ട. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ്റെ തല വെട്ടി പൊട്ടി തെറിച്ച് പോയത്. ഇതെങ്ങനെ അവനെ നീ കൊന്നു? അടുത്തത് നിങ്ങളാണ്, അലറണ്ട. ഇത് കണ്ടപ്പോൾ തന്നെ പ്യൂവിന്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോയി. അവൻ നേരെ താഴത്തേക്ക് വീണു. അത് മാത്രമല്ല അവന് മനസ്സിലായി അവന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് സാധാരണ ഒരു മനുഷ്യനല്ല, അതൊരു മൃഗമാണെന്ന്. ഞാനിവിടുന്ന് ജീവനോടെ പോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ശരിക്കും ഡിലൂഷനാണ്. നിനക്കറിഞ്ഞൂടെ നീ ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ 6 സെറ്റ്സ് നിന്നെ എന്ത് ചെയ്യുമെന്ന്? അത് കൊള്ളാം. ഞാനാണ് ഇപ്പോൾ പേടിക്കേണ്ടത്, നിങ്ങളല്ലേ? അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു മ്യൂസീഷ്യൻ സെറ്റിൻ്റെ അവളുടെ സോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്തേക്ക് ആ ഒരു QH ചെയ്യും. അവനിട്ട് തൻ്റെ കൈ അനക്കുന്ന അടുത്ത സെക്കൻഡ് ആ സോഡ് അവിടുന്ന് പറന്ന് പ്യോവിൻ്റെ നെഞ്ചത്തേക്ക് തറച്ച് കയറുന്നുണ്ട്. പ്യോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാനല്ല നിങ്ങളാണ് പേടിക്കേണ്ടതെന്ന്. പിന്നെ കാണിക്കുന്നത് ബേക്ചിനെ, ഹാമിനെ, ഷാങ്ങിനെയാണ്. അവർ പറയും ചെയ്യും കോപ്പ് അദ്ദേഹം എന്തെങ്കിലും ട്രെയിനിങ് റൂമിലില്ല, ബാ ഡോംസിലേക്ക് പോയി നോക്കാം. ആ സമയത്ത് പോകാൻ നേരത്താണ് പെട്ടെന്ന് അവനെ കാണുന്നത്. മൈലോഡ് താങ്കൾ ഓക്കെ അല്ലേ? താങ്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയിരുന്നു. അല്ല, ഞാൻ ഓക്കെയാണ്. അതിനു മുമ്പ് മുയ്യോൻസിയുടെ ഫോളോവേഴ്സ് നിങ്ങൾ ആംബുഷ് ചെയ്തില്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? അല്ല മൈലോഡ്, താങ്കൾ എങ്ങനെയാണ് അതിനെപ്പറ്റി അറിഞ്ഞത്? വാങ്ചുവൽ, എനിക്കറിയാം നീ എന്തുമാത്രം ലോയലാണെന്ന്. പക്ഷേ ലോയലായതുകൊണ്ട് മാത്രം പോരല്ലോ. ഇയോൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ഈ ഒരു അക്കാഡമിയുടെ അകത്തായതുകൊണ്ടാണ്. അവൻ കാലെടുത്ത് പുറത്തു വെക്കുന്ന അടുത്ത നിമിഷം തന്നെ 6 സെറ്റ്സും അവനെ കൊന്നിരിക്കും. പക്ഷേ നിനക്കറിയാവുന്ന പോലെ ഞങ്ങളുടെ ലോഡ് കംപ്ലീറ്റ്ലി ജനറസ് ആണ്. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറുമാണ്. നീയൊക്കെ എന്ത് കോപ്പാണ് ഈ പറയുന്നത്? അത് മാത്രമല്ല, നിന്നെപ്പോലെ കുറെ നാളുടെ കൂടെ ഞങ്ങൾ ചേർന്നോ? പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ ലോഡ് ഇപ്പോൾ ഒരു എൽഡറാണ്. അത് താങ്കൾ മനസ്സിലാക്കിയുള്ളൂ. വാർഡൻ ജോക്ക് നായെ അഹങ്കരിക്കുന്നടാ, ഉച്ച താഴ്ത്തടാ. നീ ഒരു ലോവർ സെക്ടറിലുള്ള കാര്യം മറക്കല്ലേ. നിന്നെപ്പോലുള്ള വീക്ക്ലിങ്ങുമായിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം സംസാരിക്കാനില്ല. ശരിയാണ്, ഞാൻ വീക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞാനായിട്ട് ബാറ്റിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ലല്ലോ. എന്താണ് നീ പറഞ്ഞത്? വേണ്ട, നമ്മളിവിടെ ഫൈറ്റിന് വന്നതല്ലോ, നിനക്കറിയാലോ. ആ സമയത്ത് വാങ് പറയും ചെയ്യേ, നിങ്ങൾക്ക് തെറ്റി. ഞങ്ങളുടെ ലോഡ് ഒരിക്കലും ഇവിടെ ഒറ്റക്കല്ല. ഞങ്ങളുടെ ജീവൻ വരെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് അദ്ദേഹത്തിന് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റി. ഇയോൺ ചിയോൺ അല്ല, ഞാൻ പറഞ്ഞത് എൽഡർ ചിയോൺ. അദ്ദേഹത്തിന് നിങ്ങളെപ്പോലുള്ള നല്ല ഫോളോവേഴ്സിനുള്ള കാര്യം എനിക്കറിയാം. ആൻഡ് നിന്റെ ലോയൽറ്റി കാണാനിട്ട് നിന്നെ എനിക്ക് റിക്രൂട്ട് ചെയ്യണമെന്നുകൊണ്ട്. സോ ഞങ്ങൾ പറഞ്ഞ കാര്യം മറക്കണ്ട. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഡീൽ നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞിട്ട് അവരോടൊന്ന് പോവുകയും ചെയ്യും. അവരത് പറഞ്ഞിട്ട് തിരിച്ചു പോയെന്നോ? അതേ മൈലോഡ്, സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങളൊന്നിതായി. കാര്യം അവർ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നതാണ് വിചാരിച്ചത്. പക്ഷേ അവരൊന്നും തന്നെ ചെയ്തില്ല. 6 സെറ്റുള്ള 4 പേര് എന്നെ അറ്റാക്ക് ചെയ്തിട്ട് വന്നു, ഒരു ട്രാപ്പ് എന്ന പോലെ. ഷാഡോ സെറ്റാല് ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. അപ്പോൾ അവൻ്റെ ശത്രുക്കളെ കൊണ്ട് തന്നെ തമ്മി തല്ലിക്കാനുണ്ടെന്ന് നോക്കുന്നത്. തമ്മി തല്ലിക്കാനോ? പിന്നെ കാണിക്കുന്നത് അഡമാനിയം സ്റ്റോൺ ട്രെയിനിങ് റൂംസ് ആണ്. ബ്രദർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു കേട്ടോ. ആ ഇയോൺ നായ ജീവിച്ചാലും ചത്താലും നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല. പിന്നെ കാണിക്കുന്നത് മുയ്യൻ ചിയോനെയാണ്. പക്ഷെ പറയാൻ സാധിക്കത്തില്ല, ഒരു ട്രൂ പോയിസൺ മാസ്റ്ററിന്റെ പോയിസണാണ് അവൻ എൻഡ്യൂർ ചെയ്തിട്ടുള്ളത്. അല്ല, ഇനി അവൻ ആ പോയിസൺ സർവേ ചെയ്തെന്ന് ഇരിക്കട്ടെ, അവനെന്തായാലും തിരിച്ച് ബോധം കിട്ടാൻ നേരത്ത് ബാക്കിയുള്ളവരെ വെറുതെ വിടും തോന്നുന്നുണ്ടോ? അവർ തമ്മി തല്ലിക്കുള്ളൂ, തമ്മി തല്ലി തീർന്നോളും. ശരിയാണ്, ഇയോൻ ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പോയിസൺ സെറ്റിന്റെ തലയിലേക്ക് വെച്ച് കൊടുക്കാൻ പറ്റും.
പറ്റും. പക്ഷേ ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതിന്റെ പ്രൈഡിനെ തന്നെയാണ് കൊല്ലുന്നത്. അവനോട്ട് നേർക്ക് നേർന്ന് മുട്ടാൻ പറ്റാത്തോണ്ട് ഈ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കേണ്ടി വന്നല്ലോ. എന്തായാലും അടുത്ത എക്സാമിനേഷൻ പെട്ടെന്നാണ് അവിടെ ഡോറിൽ ആരോ കൊട്ടിയത്. അല്ല, ഞങ്ങൾ ഓൾറെഡി ഈ റൂം യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഇതാരാണ്? ജിനിയോൻ, ആ ഡോർ തുറക്കൂ. അവനട്ടെ ആ ഡോർ തുറക്കുകയും ചെയ്യും. അതാട്ടെ പ്രൊഫസർ ഹോയായിരുന്നു. പ്രൊഫസർ ഹോ, താങ്കളോ? എന്തുപറ്റി? അടുത്ത സെക്കൻഡാണ് തന്റെ സോളിട്ട് അവൻ അകത്തേക്ക് കയറി വന്നത്. എന്നിട്ട് പറയും ചെയ്യും, ഡെപ്യൂട്ടഡ് ഓഫീസറിൽ നിന്ന് ഡയറക്റ്റ്ലി ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വരുന്നതാണ്. പിന്നെ ഫോഴ്സ് യൂസ് ചെയ്ത മര്യാദക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ അറിയാലൊന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.